സംസ്ഥാനത്തെ ചെമ്മീൻ കർഷകർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പീലിംഗ് തൊഴിലാളികൾ സമരം കടുപ്പിച്ചതോടെയാണ് ചെമ്മീൻ കർഷകർ ദുരിതത്തിലായിരിക്കുന്നത്. ഈ സമരം മൂലം ഏജന്റുമാർ എത്താതായതോടെ ടൺ കണക്കിന് വരുന്ന ചെമ്മീൻ നശിപ്പിച്ചു കളയേണ്ട അവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികൾ. മാത്രവുമല്ല, വിദേശത്തേക്കുള്ള കയറ്റുമതിയെ ഉൾപ്പെടെ ഇത് പ്രതികൂലമായി ബാധിക്കുന്ന അവസ്ഥയും എത്തിയിരിക്കുന്നു. $3 മുതൽ 4 ലക്ഷം രൂപ വരെ മുടക്കി 7-8 ദിവസമെടുത്ത് 200 നോട്ടിക്കൽ മൈൽ സഞ്ചരിച്ച് പിടിച്ചുകൊണ്ടുവന്ന ചെമ്മീനാണിത്. കേരളത്തിന് വിദേശ നാണ്യം നേടിത്തരുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന ചെമ്മീൻ വാങ്ങാൻ ആളില്ല. കയറ്റുമതിക്കാവശ്യമായ ചെമ്മീൻ തയ്യാറാക്കുന്ന പീലിംഗ് തൊഴിലാളികൾ കൂലി വർധന ആവശ്യപ്പെട്ട് സമരം ആരംഭിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതോടെ ആലപ്പുഴയിൽ നിന്ന് ചെമ്മീൻ വാങ്ങാൻ ഏജന്റുമാർ വരാതെയായി. മത്സ്യബന്ധന മേഖലയിൽ ഇങ്ങനെ ഒരു പണിമുടക്ക് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയുന്നതല്ല. ഈ മിനിമം ഒരാഴ്ചയെങ്കിലും മുന്നറിയിപ്പ് തന്നിട്ട് വേണം ഇത്തരത്തിലുള്ള ഈ സമരങ്ങൾ പ്രഖ്യാപിക്കാൻ. അല്ലാതെ ഇന്ന് ഒരു സുപ്രഭാതത്തിൽ വന്നുകൊണ്ട് ഈ ചരക്കെടുക്കത്തില്ല, ഈ ചെമ്മീൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സ്യബന്ധന മേഖല തകർന്നു പോകത്തേ ഉള്ളൂ. ഇന്ന് കയറിയ ഇന്നും ഇന്നലെയും മെനഞ്ഞാന്ന് 3 ദിവസമായി കയറിയ എല്ലാ ബോട്ടുകൾക്കും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. സമരം 4 ദിവസം പിന്നിട്ടതോടെ നീണ്ടകര, ശക്തികുളങ്ങര ഹാർബറുകൾ പ്രതിസന്ധിയിലാണ്. ഒന്നുകിൽ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കണം, അല്ലെങ്കിൽ കടലിൽ ഒഴുക്കിക്കളയണം. ഇതോടെ നഷ്ടം കൊണ്ട് നട്ടം തിരിയുകയാണ് ബോട്ടുടമകളും തൊഴിലാളികളും. അമ്പലപ്പുഴ, തോട്ടപ്പള്ളി ഭാഗത്തുള്ള ആൾക്കാരാണ് ഇവിടെ വന്ന് മെയിനായിട്ട് ഈ ചരക്കെടുക്കുന്നത്. അവിടെ തൊഴിലാളികൾ ശമ്പളം കൂട്ടിക്കിട്ടണം, അല്ലെങ്കിൽ അവരുടെ വേതനം കൂട്ടിക്കിട്ടണം എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് ഒരു മിന്നൽ പണിമുടക്ക് നടത്തി ഈ മേഖലയെ തകർക്കുന്ന ഒരു രീതിയിലുള്ള ഒരു നടപടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കഷ്ടപ്പെട്ട് പണിക്ക് പോയി കൊണ്ടുവന്നത് കച്ചവടം ഇല്ലാതെ പുറത്ത് കളയുന്നുണ്ട്. കാശ് കിട്ടുന്നില്ല, എല്ലാം വേസ്റ്റായി പോയി. എല്ലാം പ്രധാനമായും 2 ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. കുറഞ്ഞത് 10 ദിവസം മുമ്പെങ്കിലും സമരത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ലഭിക്കണം. നിലവിൽ നടക്കുന്ന സമരം സർക്കാർ ഇടപെട്ട് അടിയന്തരമായി പരിഹരിക്കണം. അല്ലാത്തപക്ഷം കയറ്റുമതിക്കാവശ്യമായ 90% ചെമ്മീനെത്തുന്ന നീണ്ടകര, ശക്തികുളങ്ങര ഹാർബറുകളുടെ പ്രവർത്തനം നിലച്ചുപോകും. ന്യൂസ് 18 കൊല്ലം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷാനോസ് ഡേവിഡ് നമുക്കൊപ്പം ചേരുകയാണ്. ഷാനോസ്, ലക്ഷങ്ങൾ ചെലവഴിച്ച് ദിവസങ്ങൾ പണിപ്പെട്ട് കൊണ്ടുവന്ന ചെമ്മീൻ ഹാർബറിൽ ഒഴുക്കി കളയുന്നതാണ് നമ്മൾ കാണുന്നത്. വളരെ സങ്കടകരമായ അവസ്ഥയാണ്. പക്ഷേ പീലിംഗ് തൊഴിലാളികളുടെ സമരത്തെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയുമോ? അവർ എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്? അവർ മുൻകൂട്ടി അറിയിക്കാതെ സമരം തുടങ്ങിയതാണോ ഇത്തരമൊരു വലിയ പ്രതിസന്ധി, വലിയ നഷ്ടവും ഉണ്ടാക്കുന്ന സാഹചര്യത്തിന് കാരണം? ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു മത്സ്യസമ്പത്താണ് ചെമ്മീൻ എന്നുള്ളത്. ചെമ്മീൻ പിടിക്കാൻ ഏറ്റവും അനുയോജ്യമായൊരു സ്ഥലമെന്ന് പറയുന്നത് ഈ 2 ഹാർബറുകളെ കേന്ദ്രീകരിച്ചാണ്. കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും ബംഗാൾ ഉൾക്കടലിൻ്റെയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഈ മത്സ്യസമ്പത്തുള്ള, ഈ ചെമ്മീനുള്ള പ്രദേശത്തേക്ക് വേഗം കടന്നു ചെല്ലാൻ കഴിയുന്നത് ഇവിടെ നിന്നുള്ള മത്സ്യബന്ധന യാനങ്ങൾക്കാണ്. അതുകൊണ്ടാണ് ഈ പ്രദേശത്തേക്ക് കേരളത്തിന് പുറത്തേക്ക് കയറ്റി അയക്കേണ്ട ചെമ്മീൻ്റെ ബഹുഭൂരിപക്ഷം, അത് 90% വരുന്ന ചെമ്മീൻ എത്തുന്നത് ഈ ശക്തികുളങ്ങര ഹാർബറിലും ആണ് എത്തിച്ചേരുന്നത്. പക്ഷേ ഇവിടെ കഴിഞ്ഞ 5 ദിവസമായി 7-8 ദിവസം, അല്ലെങ്കിൽ ഒരാഴ്ച, അല്ലെങ്കിൽ 10 ദിവസത്തോളം എടുത്ത് പുറംകടലിൽ പോയി 150-200 നോട്ടിക്കൽ മൈൽ എത്തി അങ്ങനെ പിടിച്ചുകൊണ്ടുവരുന്ന ചെമ്മീൻ വിപണനം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതൊരു ഗുരുതരമായ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് ആലപ്പുഴ ജില്ലയിൽ പോയിട്ടുള്ളവർക്കറിയാം, ആലപ്പുഴ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ പീലിംഗ് ഷെഡുകളുണ്ട്. അവിടേക്കും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ചെമ്മീൻ ആണ് വൃത്തിയാക്കി, അതിൻ്റെ തോട് പൊളിച്ച് വൃത്തിയാക്കി വിദേശത്തേക്ക് അയക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഉൽപ്പന്നമാക്കി മാറ്റിയെടുക്കുന്നത്. അവിടുത്തെ തൊഴിലാളികൾ വേതന വർധന ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമരമാണ് ഇത്തരമൊരു പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയിരിക്കുന്നത്. കാരണം 5 ദിവസത്തെ സമരം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ തോതിൽ ഉള്ള ചെമ്മീൻ സമ്പത്ത്. ഷാനോസ്, ഒന്ന് തുടരുക. ഇപ്പോൾ ഏജൻസ് അസോസിയേഷൻ പ്രതിനിധി നസീർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ നസീർ,
നിങ്ങൾ ഈ ഹാർബറിലെത്തി ചെമ്മീൻ എടുക്കാത്തത് കൊണ്ടാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ബുദ്ധിമുട്ടിലാകുന്നത്, അത് തിരിച്ച് കടലിൽ തന്നെ ഒഴുക്കേണ്ടി വിടുന്ന അവസ്ഥയുണ്ടാകുന്നത്. നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ട് എന്താണ്? പീലിംഗ് തൊഴിലാളികളുടെ സമരം മൂലം ഇത് എടുത്താൽ, ഈ സ്റ്റോക്ക് എടുത്താൽ അത് വൃത്തിയാക്കി പ്രോസസ്സ് ചെയ്ത് അയക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായതുകൊണ്ടാണോ നിങ്ങൾ ഹാർബറിലേക്ക് എത്താത്തത്? അതെ അതെ, ഞങ്ങൾ ഈ കാലാകാലങ്ങളെ ഞങ്ങൾ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഞങ്ങൾ തന്നെയാണ് ഇത് ഈ പുല്ലൻ ചെമ്മീൻ എന്നാണ് ഇത് പറയുന്നത്. ഈ പുല്ലൻ ചെമ്മീൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാണ്. അമ്പലപ്പുഴ മേഖലയില് പീലിംഗ് തൊഴിലാളികൾ സമരവുമായി മുന്നോട്ട് പോയതുകൊണ്ടാണ് ഈ എടുക്കാതെ ഞങ്ങൾ ഇപ്പോൾ കച്ചവടം നിർത്തി വെച്ചിരിക്കുന്നത്. എന്താണ് പീലിംഗ് തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? ഇത് ഇവർ മറ്റു വാണിങ്ങുകളൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഒരു സമരത്തിലേക്ക് പോവുകയായിരുന്നോ? പീലിംഗ് തൊഴിലാളികളുമായി അവര് സമരം പ്രഖ്യാപിച്ചത് അതായത് കഴിഞ്ഞ ഫെബ്രുവരി മാസം 9-ാം തീയതി ഒരു സമരം പ്രഖ്യാപിച്ചു. 11-ാം തീയതി ഞങ്ങളുടെ ഓഫീസിൽ വെച്ച് അവരുമായി സമരം ഒത്തുതീർപ്പായി. 13-ാം മുതൽ ഞങ്ങൾ കൊല്ലത്ത് പോയി, ശക്തികുളങ്ങളിൽ പോയി ചെമ്മീൻ എടുത്തുകൊണ്ട് വന്ന സമയം മുതൽ ഇവർ തടസ്സപ്പെടുത്തി. പീലിംഗ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തൊഴിലാളികൾ പീലിംഗ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന ചെമ്മീൻ നശിപ്പിച്ചു കളയുകയും. അതെന്താണ് നിങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയ ധാരണ എന്തെങ്കിലും മറികടന്നോ? അത് പാലിക്കപ്പെടാതെ ഒന്നുമല്ല, ഞങ്ങൾ കാലാകാലങ്ങളെ ചെയ്യുന്ന അങ്ങനെ തന്നെയാണ് എല്ലാ വർഷവും. ഇത് നമ്മളിവിടെ ഈ അമ്പലപ്പുഴ മേഖലയിൽ ഈ ചെമ്മീൻ അളന്നാണ് കൊടുക്കുന്നത്, തൂക്കമല്ല. നമ്മൾ അളന്ന് കൊടുത്താണ് പൊളിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക്കിന്റെ സ്റ്റൈനർ എന്ന് പറയുന്ന സ്റ്റൈനറിൽ ഏതാണ്ട് ഒരു 1.5 കിലോളം വരുന്ന. എന്താണ് വീണ്ടും സമരത്തിലേക്ക് പോകാൻ പീലിംഗ് തൊഴിലാളികൾ തയ്യാറായ സാഹചര്യം എന്താണ് അവരുടെ ആവശ്യം? അതോ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അവരും ഞങ്ങളുമായുള്ള എഗ്രിമെന്റ് വെച്ചു. അതായത് 3 തൊഴിലാളി സംഘടനകളാണ് ഇതിലുള്ളത്: INTUC, CATU, KMSTU. ഈ 3 സംഘടനയുമായി ഞങ്ങൾ ഓഫീസിൽ വെച്ച് ചർച്ച ചെയ്ത് പരിഹരിച്ചു പോയതാണ്, എഗ്രിമെന്റ് വെച്ചതാണ്. എന്താണ് എഗ്രിമെന്റ്? കൂലി സംബന്ധിച്ചുള്ള തർക്കമാണോ? കൂലി സംബന്ധിച്ച് തർക്കമാണ്. എഗ്രിമെന്റ് തർക്കമായിരുന്നു. അവരുമായി കൂടിയിട്ട് ഞങ്ങൾ ഒരു ദിവസം 1 കിലോയ്ക്ക് കഴിഞ്ഞ വർഷം കൊടുത്തിറക്കാൻ 1 രൂപ കൂട്ടി നമ്മൾ സമ്മതിച്ചതാണ്. പിന്നീട് അതിൽ നിന്ന് പിന്നോട്ട് പോയത് ഏത് സാഹചര്യത്തിലാണ്? അതായത് നമ്മളിവിടെ അമ്പലപ്പുഴ മേഖല ഈ പീലിംഗ് എന്ന് പറയുന്നത് ചെമ്മീൻ തൂക്കിയല്ല കൊടുക്കുന്നത്, പൊളിച്ച് അളന്ന് കൊടുക്കുകയാണ്. ഒരളവിന് 26 രൂപ ഞങ്ങൾ കഴിഞ്ഞ വർഷം കൊടുത്തുകൊണ്ടിരുന്നത്. ആ അളവിന് ഞങ്ങൾ 27 രൂപ ആക്കി കൊടുത്തു. അങ്ങനെയാണ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടാണ് നമ്മൾ പിറ്റേ ദിവസം പോയത്. പക്ഷെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർ പറയുന്നത് അവർക്ക് ഈ ചെമ്മീൻ അളന്ന് പൊളിക്കാൻ പറ്റില്ല, അവർക്ക് തൂക്കി കൊടുക്കണം, 1 കിലോയ്ക്ക് 20 രൂപ വെച്ച് തൂക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വളരെ തുച്ഛമായ ആളുകൾ. ഏതാണ്ട് 10-20 സ്ഥാപനങ്ങളിൽ 10,000-ഓളം തൊഴിലാളികൾ പണിയുന്ന ഒരു മേഖലയാണ്. എല്ലാ യൂണിയനുകളും ആ നിലപാടിൽ തന്നെയാണല്ലേ? അല്ലല്ല, എല്ലാ യൂണിയനും ഇല്ല, ഒരു യൂണിയൻ മാത്രം. KMSTU എന്ന് പറഞ്ഞ ഒരു യൂണിയനാണ് ഈ പണിമുടക്കിൽ മുന്നിട്ട് നിന്നത്. അപ്പോൾ മറ്റു യൂണിയനുകളുടെ നേതൃത്വത്തിൽ പണി നടക്കുന്ന ഇടങ്ങളിൽ പണി നടന്നു. തിങ്കളാഴ്ച ഒരു സമരം 2ാമത് തടസ്സപ്പെടുത്തിയെങ്കിലും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഞങ്ങൾ പോയി ചരക്കെടുത്തു, ചെമ്മീനെടുത്ത് ഇത് പീലിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പണിയില്ലാത്ത അതായത് സമരം പ്രഖ്യാപിച്ച തൊഴിലാളികൾ മറ്റ് മേഖലയിലും വന്ന് എല്ലാ സ്ഥലത്തും തടസ്സപ്പെടുത്താൻ തുടങ്ങി. ശരി. പണി തടസ്സപ്പെടുത്തിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് പിന്നെ പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ 3 യൂണിയനുകളും എന്തായാലും പണിമുടക്കിലാണ്. അല്ല, 3 യൂണിയനില്ല, ഒരു യൂണിയൻ മാത്രമേ പണിമുടക്കിലുള്ളൂ. അതായത് KMSTU എന്ന് പറഞ്ഞ യൂണിയൻ പണിമുടക്കിലുള്ളത്. ഇന്നലെ രാത്രിയും ഞങ്ങൾ വീണ്ടും അവരുമായി സംസാരിച്ചു. അന്നേരവും ഈ CATU, INTUC ഞങ്ങളോട് സഹകരിക്കാൻ തയ്യാറാണ്. KMSTU എന്ന് പറഞ്ഞ സംഘടന ഈ തടസ്സപ്പെടുത്തിക്കൊണ്ട് കച്ചവടം ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു. ശരി, പ്രശ്നപരിഹാരത്തിന് എന്തെങ്കിലും നീക്കങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ടോ ഇപ്പോൾ? ഞങ്ങൾ എന്തായാലും വരുന്ന തിങ്കളാഴ്ച മുതൽ പോയി ചരക്കെടുക്കും. ഞങ്ങൾ ചെയ്യും. അത് ഞങ്ങൾ പോലീസ് പ്രൊഫഷനാണ്, യൂണിയനുകൾ സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. ശരി, ഒന്ന് തുടരുക നസീർ. ഇപ്പോൾ നമുക്കൊപ്പം മുൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ കൂടി ചേരുകയാണ്. ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, ഇവിടെ പീലിംഗ് തൊഴിലാളികൾ സമരത്തിലാണ്. അവർക്ക് കൂലി വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ ആവശ്യപ്പെടുന്നത്. അങ്ങനെ സമരത്തിൽ, അതുകൊണ്ട് ഏജന്റുമാർ ചെമ്മീൻ ഏറ്റെടുക്കുന്നില്ല. ഇവിടെ മത്സ്യത്തൊഴിലാളികൾ ദിവസങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ചെമ്മീൻ ഇപ്പോൾ കടലിൽ തിരിച്ചൊഴുക്കി കളയേണ്ട അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം, ഒപ്പം കയറ്റുമതിയെ ഉൾപ്പെടെ അത് ബാധിക്കുമെന്ന ഒരു അവസ്ഥയും എത്തിയിരിക്കുന്നു. ഈ പീലിംഗ് തൊഴിലാളികൾ കൂലി വർധന ആവശ്യപ്പെടുന്നത്
അതിന്റെ ഒരു യാഥാർത്ഥ്യം എങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അവർക്ക് ഇപ്പോൾ ലഭിക്കുന്ന കൂലി അത് ഉയർത്തേണ്ടുന്നതിന്റെ ആവശ്യകത എത്രമാത്രമാണ്? ചില ധാരണകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഈ തൂക്കി കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഈ പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകൾ എങ്ങനെയാണ് കാണുന്നത്? തൊഴിലാളികൾ ഒരിക്കലും അന്യായമായ വിഷയം ഉന്നയിക്കാറില്ല. തൊഴിലാളി ഉന്നയിക്കുന്ന പ്രശ്നം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഫീലിംഗ് മേഖലയിൽ കടുത്ത ചൂഷണമാണ് നിലനിൽക്കുന്നത് എന്നതിൽ ആർക്കും തർക്കമില്ല. അപ്പൊ ഫീലിംഗ് തൊഴിലാളിയുടെ കൂലിയുടെ പ്രശ്നം, അവർ തൊഴിലെടുക്കുന്ന അന്തരീക്ഷത്തിന്റെ അങ്ങേറ്റ അനാരോഗ്യകരമായ അന്തരീക്ഷത്തിൽ അവർ പണിയെടുക്കുന്നു എന്ന പ്രശ്നം, ഇതെല്ലാം ഈ വ്യവസായത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. തൊഴിലാളികൾ ഏറ്റവും മോശം അന്തരീക്ഷത്തിൽ പണിയെടുത്ത് കുറഞ്ഞ കൂലിക്ക് പണിയെടുത്താലേ വ്യവസായം നിൽക്കൂ എന്ന ധാരണയാണ് നമുക്ക് മാറ്റി കുറിക്കേണ്ടത്. മത്സ്യമേഖലയിൽ എപ്പോഴും ഇടനിലക്കാരെ ഇങ്ങനെ വാഴുകയും തൊഴിലാളികൾ അങ്ങേറ്റം ദുരിതമനുഭവിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ അവിടെ നിയമം കൊണ്ടുവന്നിട്ട് തൊഴിലാളികളുടെ ഈ മത്സ്യത്തിന്റെ ഗുണനിലവാരവും മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടൊരു പുതിയ നിയമം കൊണ്ടുവന്നത്. അത് തൊഴിലാളിക്കും ഗുണകരമായിരുന്നു, വ്യവസായത്തിനും ഗുണകരമാണ്. അതുകൊണ്ട് വ്യവസായം സ്തംഭിക്കുന്നു, ചെമ്മീനെടുത്ത് കടലിൽ കളയേണ്ടി വരുന്നു എന്നതല്ല അതിന് പരിഹാരം. തൊഴിലാളി യൂണിയനുകളുമായി ചർച്ച ചെയ്ത് അവരുടെ ന്യായമായ ഡിമാൻഡ്, അവർ അമിതമായ ഡിമാൻഡ് ഉന്നയിച്ചില്ല, ന്യായമായ അവരുടെ ആവശ്യം അംഗീകരിക്കുകയും അവർ തൊഴിലെടുക്കുന്ന ഇടം വൃത്തിയുള്ളതായി ശുദ്ധിയുള്ളതായി സൂക്ഷിക്കുകയും ചെയ്യാന്നുള്ളത് ആരോഗ്യമുള്ള തൊഴിലാളിയാണ് ഈ തൊഴിൽ മേഖലയിൽ ആവശ്യമുള്ളത്. അപ്പൊ സംതൃപ്തമായ തൊഴിലാളി, ആരോഗ്യമുള്ള തൊഴിലാളി, ആരോഗ്യകരമായ പ്രോസസ്സിംഗ്, ഇത് മാത്രമേ കയറ്റുമതി വ്യവസായത്തിന് അടിയന്തരമായി വേണ്ടതുള്ളൂ. ആ നിലയിലേക്ക് കാര്യങ്ങളെ കണ്ടാൽ പ്രശ്നമൊക്കെ അതിവേഗം പരിഹരിക്കാവുന്ന കാര്യമുള്ളൂ. അതിലേക്കാണ് പോകേണ്ടത്. അല്ല ചെമ്മീൻ തള്ളി കടലിൽ കളഞ്ഞല്ല പരിഹാരം കാണേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും വളരെ നന്ദി ശ്രീമതി മേഴ്സിക്കുട്ടി അമ്മ ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഒരു ബുദ്ധിമുട്ട് പറയുന്നുണ്ട് എങ്കിൽ പോലും പീലിംഗ് തൊഴിലാളികൾ കൂലി വർധനവുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന വിഷയം വളരെ ഗൗരവമുള്ളതാണ്. അതും പരിശോധിക്കപ്പെടേണ്ടുന്ന വിഷയം തന്നെയാണ്. എന്തായാലും ആഭ്യന്തര വിപണിയിൽ വിറ്റഴിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലാണോ ഇവർ ഇത് കടലിൽ ഒഴുക്കി കളയുന്നത് എന്നതാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ ബോട്ട് ഉടമ അസോസിയേഷൻ പ്രതിനിധി പീറ്റർ മത്തിയാസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പീറ്റർ, ഇതിപ്പോൾ നമ്മളോട് മുൻ മിനിസ്റ്റർ സംസാരിച്ചത് കൂലി വർധനവ് എന്നൊരു ആവശ്യം അത് അത്യാവശ്യമായ ഘട്ടത്തിൽ മാത്രമായിരിക്കും ഉയർത്തുക എന്നതാണ്. തീർച്ചയായും അത് ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ട വിഷയമാണ്. അവരൊരു സമരത്തിലേക്ക്, അവരുടെ ഉപജീവന മാർഗം കൂടി തടസ്സപ്പെടുത്തിയുള്ളൊരു സമരത്തിലേക്ക് പോകണമെങ്കിൽ അതിന്റെ അവസ്ഥ അത്രയും കഷ്ടം ബുദ്ധിമുട്ടിലായതിനാലായിരിക്കുമല്ലോ. എങ്ങനെയാണ് ഈ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്? നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്താണ്? അല്ല, പിന്നെ ഇത് നമ്മളിപ്പം കൂലി വർധനവോ അല്ലെങ്കിൽ നമ്മുടെ തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടി ആരും സമരം ചെയ്യുന്നത് നമ്മൾ എതിരല്ല. പക്ഷെ ഇതിനകത്തുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാല്, ഞങ്ങള് ഇവിടെ ഈ കൊല്ലം ജില്ലയില് പിന്നെ നമ്മുടെ ശക്തിമംഗലം നീണ്ടകര ഹാർബറിൽ നിന്നാണ് ഏകദേശം 250-നും 300-നും ഇടയ്ക്കുള്ള ബോട്ടുകൾ ഈ ആഴക്കടൽ ചെമ്മീൻ പിടിക്കാനായിട്ട് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ബംഗാൾ ഉൾക്കടലിലും വരെയാണ് പോയി 150-200 നോട്ടിക്കൽ മൈൽ ഓടിയാണ് 8-10 ദിവസം എടുത്ത് മത്സ്യബന്ധനത്തിന് പോകുന്നത്. ഇവര് ഇവിടെ നിന്ന് കടലിലേക്ക് പോയി കഴിഞ്ഞാല് റേഞ്ചിന്റെ പരിധി കഴിഞ്ഞാല് പിന്നെ ഒരു 20-25 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞാൽ പിന്നെ ഈ ബോട്ടുകളുമായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല. പിന്നെ കരയിൽ വരുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോ ഇങ്ങനെ പോയി ആഴക്കടലിൽ പോയി 8-10 ദിവസം കാറ്റിലും കടലിലും കിടന്ന് മത്സ്യം പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഇവിടെ ഇത് കൊണ്ടുവന്ന് നമ്മുടെ ആലപ്പുഴ ജില്ലയില് വളഞ്ഞവഴി, അമ്പലപ്പുഴ, പിന്നെ അരൂർ, പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ ഫീലിംഗ് ഷെഡുകളുള്ളത്. ആ ഫീലിംഗ് ഷെഡുകളിലെ ഫീലിംഗ് സ്ത്രീ തൊഴിലാളികളുണ്ട്, 100 ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട്. അവരെ കൊണ്ട് അവിടുത്തെ ഈ ഷെഡിന്റെ ഏജന്റുമാർ വന്ന്, ഫീലിംഗ് ഏജന്റുമാർ വന്ന് ഞങ്ങളുടെ ബോട്ടിൽ നിന്ന് ചെമ്മീൻ വാങ്ങിയാണ് കൊണ്ടുപോയി അവര് ഫീലിംഗിൽ കൊടുത്ത് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇതൊരു ചെയിൻ പ്രോസസ്സാണ്. അവര് ഫീലിംഗ് തൊഴിലാളികളും സീബോട്ട് ഏജൻസും ബോട്ട് തൊഴിലാളികളും ബോട്ട് ഉടമകളും എല്ലാം ചേർന്നുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ഇവര് വന്ന് ചരക്കെടുക്കുമെന്നുള്ള ഈ ചെമ്മീൻ വാങ്ങുന്നുള്ള ഉറപ്പിലാണ് ഞങ്ങളുടെ ബോട്ടുകൾ കടലിൽ പോയിരിക്കുന്നത്. ഈ കരകാണ കടലിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഇല്ല. അപ്പോ ഇവര് പെട്ടെന്നൊരു ആഭ്യന്തര വിപണിയിൽ വിറ്റഴിച്ചുകൊണ്ട് കുറച്ചെങ്കിലും നഷ്ടം നികത്താമല്ലോ. പക്ഷെ അത് എന്തുകൊണ്ടാണ് ഈ കടലിൽ തിരിച്ചു തള്ളി അങ്ങനെ അതും ഒരു പ്രതിഷേധമാണോ?
അല്ല അതിനകത്തൊരു പ്രശ്നം വെച്ചാൽ ഈ നമ്മുടെ ഈ ചെമ്മീൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്വഭാവമുള്ള ചെമ്മീനാണ്. ഇത് നമ്മുടെ മാർക്കറ്റിൽ അങ്ങനെ അധികം നമ്മുടെ ആൾക്കാർ അധികം വാങ്ങി ഉപയോഗിക്കുന്നില്ല. ഇത് ചെമ്മീൻ പീല് ചെയ്ത് ഇത് മീറ്റാക്കി കയറ്റുമതി ചെയ്യാണ് 100%. 100% കയറ്റുമതി ചെയ്യാണ്. അപ്പം അങ്ങനെയുള്ള ഈ ചെമ്മീൻ നമ്മുടെ മാർക്കറ്റിൽ വിപണനം ചെയ്യാന്ന് പറഞ്ഞാൽ അത് വാങ്ങാൻ വിപണനം ചെയ്യാനുള്ള ആൾക്കാർ വരാറില്ല. അപ്പം അത് നമുക്കൊരു വലിയ പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് മാത്രമല്ല നമ്മൾ പിടിച്ചുകൊണ്ട് വരുന്നത് പെരിഷബിൾ ഗുഡ്സ്. ശരി, എന്തായാലും മുൻകൂട്ടി അറിയാത്തതാണ് നിങ്ങളെയും ബുദ്ധിമുട്ടിലാക്കിയത്. ശരി, എന്തായാലും ഈ വിഷയത്തിൽ പീലിംഗ് തൊഴിലാളികളെ പൂർണ്ണമായും തള്ളാൻ കഴിയില്ല. കാരണം അവർ ഒരു സമരത്തിലേക്ക് പോയ സാഹചര്യം കൂലി വർധനവ് ആവശ്യപ്പെട്ടാണ്. അത് അവരുടെ ജീവിതം അത്രമാത്രം ദുസ്സഹമായ ഒരു സാഹചര്യത്തിലായിരിക്കും. എന്തായാലും ഈ വിഷയങ്ങൾ കൃത്യമായി അധികൃതരുടെ ഇടപെടലിലൂടെ പരിഹരിക്കപ്പെടേണ്ടതാണ്. നമ്മൾ ഫിഷറീസ് മന്ത്രിയെ ബന്ധപ്പെട്ടിരുന്നു, ശ്രീ സജി ചെറിയാൻ നമ്മളോട് സംസാരിച്ചു. പക്ഷേ പരസ്യമായ ഒരു പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായിട്ടില്ല. കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം പ്രതികരിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അധികൃതരുടെ ഇടപെടൽ എന്തായാലും ഈ വിഷയത്തിൽ ഉടൻ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ നഷ്ടം നേരിട്ടിരിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. ഒപ്പം പീലിംഗ് തൊഴിലാളികൾ ഉയർത്തുന്ന കൂലി വർധനവെന്ന അവരുടെ ആവശ്യവും പരിഹരിക്കപ്പെടേണ്ടതാണ്. എന്താണ് ഇതിൽ അധികൃതരുടെ ഇടപെടൽ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഷാനോസ് ഡേവിഡാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. അട്ടപ്പാടി മല്ലീശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രി ചടങ്ങുകൾ തുടരുകയാണ്. വിവരങ്ങളുമായി അവിടെ നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നുണ്ട്. പ്രസാദ്, എത്രമാത്രം ഭക്തിസാന്ദ്രമാണ് അവിടം? ശിവരാത്രി ആഘോഷങ്ങൾ എങ്ങനെ തുടരുന്നു?